നമ്മളുടെ വീഡിയോസിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ കോഴ്സ് ഒന്നും പഠിക്കണ്ട ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടാൻ, അല്ലെങ്കിൽ ഇതിന് ഡിഗ്രി മസ്റ്റ് ആണോ ജോലി കിട്ടാൻ, പിന്നെ ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ? ഏതൊരു ജോലിയെ പോലെ തന്നെയാണ് ക്യാബിൻ ക്രൂവിന്റെ ഒരു ജോലി അല്ലെങ്കിൽ ഏവിയേഷനിലെ ഒരു ജോലി എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് ഉണ്ട്. ക്യാബിൻ ക്രൂ ആവാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ 18 തൊട്ട് നിങ്ങൾ എലിജിബിൾ ആണ്. 12th പാസും 18 ഇയേഴ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ക്യാബിൻ ക്രൂ ആവാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആവാനുള്ള ഒരു 2 ക്രൈറ്റീരിയ നിങ്ങൾ ഓൾറെഡി പാസ്സായി എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ ക്യാബിൻ ക്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 55 വരെയൊക്കെ ഫ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിനൊരു ഒരേ കണ്ടീഷൻ എന്ന് വെച്ചാൽ മെഡിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇയർലി മെഡിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ ചിലപ്പോൾ 3 ഇയേഴ്സ് കൂടുമ്പോഴായിരിക്കും മെഡിക്കൽസ് ഉണ്ടാവുക. അപ്പോൾ ആ മെഡിക്കലി നിങ്ങൾ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കാലം നിങ്ങൾ ഫിറ്റ് ആണോ അത്രയും കാലം നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാം. ഫിറ്റ് അല്ലാണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ജോലിയിൽ നിന്ന് തിരിച്ച് പോരണമെന്നില്ല. പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഇതിന്. ആക്ച്വലി ഇൻഫ്ലൈറ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ക്യാബിൻ ക്രൂ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെ പറയുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ബേസ് മാനേജേഴ്സ് ഉണ്ട്, അസിസ്റ്റന്റ് ബേസ് മാനേജേഴ്സ് ഉണ്ട്, ക്യാബിൻ ക്രൂ കോർഡിനേറ്റേഴ്സ് ഉണ്ട്, പെർഫോമൻസ് മാനേജേഴ്സ്, അങ്ങനെ ഒരുപാട് ഡെസിഗ്നേഷൻസ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പല സ്റ്റെപ്പിലൂടെ നിങ്ങളെ ഓരോ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ട് പോകുന്ന ഒരു ഡെസിഗ്നേഷൻസ് ആണ്.